ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇത് രാജീവാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാന്തൽ ഫിഷ് കറിയാണ്. തേങ്ങ അരച്ച് വെച്ച മാന്തൽ ഫിഷ് കറിയാണ്. നമ്മൾ ഫിഷ് എടുത്ത് മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്താണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഫ്രൈം പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം തേങ്ങ, ഒരു തക്കാളി, 3 അല്ലി കുടംപുളി, കറിവേപ്പില, 3 പച്ചമുളക്, 8 ചെറിയ ഉള്ളി. ഫിഷ് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ചെറിയുള്ളി മാത്രം. നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് അതിന് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ കാര്യം വിട്ടുപോയായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുക, അരിഞ്ഞെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി. പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന പുളിയാണ്. ഈ സമയത്ത് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പകുതി ഫ്രൈ ആയ ഫിഷാണ്. അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, അടിയിലൊന്നും പിടിക്കായിരിക്കും. ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഫിഷ് കറി. ഈ സമയത്ത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഈ സമയത്ത് തീ അല്പം കുറച്ച് വെച്ച് വേവിക്കുക. ഫിഷ് കറി തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. നമ്മുടെ ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഫിഷ് കറി റെഡിയാണ്. കടുക് പൊടിക്കാൻ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ടു.
മാന്തൽ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക. താങ്ക്